ഫ്ലോറിംഗ് റിവ്യൂവിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞത് മാർബിൾ അളക്കുമ്പോൾ അതിന്റെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഗ്രാനൈറ്റ് അളക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ സംശയിക്കാണ്ട് എങ്ങനെ അളക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇഞ്ചളവിലാണെങ്കിൽ ഇഞ്ചളവിൽ അളക്കണം. അപ്പോൾ ഇഞ്ചളവിൽ അളക്കുന്നതിന്റെ സെന്റിമീറ്റർ അളക്കുന്നതിന്റെ അപ്പം ഇഞ്ചളവിലാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ നോക്കേണ്ടത് ഇതാ. അപ്പോൾ ഈ സ്ലാബ് കണ്ടോ, ബ്ലാക്കിന്റെ ഒരു സ്ലാബാണ്. ഇതിന്റെ ക്രോസ് ഡിസൈൻ ഇതും കൂടി ക്രോസ് ആയിട്ട് വരുന്നത് കേട്ടോ. അങ്ങോട്ട് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാ താഴോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതും ശരിക്കും മട്ടം സ്കെയിൽ വെച്ച് നോക്കണം. മട്ടം സ്കെയിൽ ഇല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിങ്ങനെ നിർത്തി പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ അളവ് നോക്കണം കേട്ടോ. ഇങ്ങനെ അളവ് നോക്കാം. കണ്ടോ, ഈ ഒരു അളവിലാണ് ഇപ്പോൾ വരിക. ഇത്രയും ഭാഗം നമുക്ക് ഇതിന്റെ അളവ് എക്സസ് വരുന്നത്. അവിടെ അങ്ങോട്ട് ക്രോസ് ആയതുകൊണ്ട് നമുക്ക് ആ ഫുൾ അളവിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അളവ് നോക്കണം. നമ്മൾ ഹൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ നോക്കാം. ഇഞ്ചളവിലാണെങ്കിൽ 38 എണ്ണവും 38 ഇഞ്ച് 30 ഇഞ്ചിന് മേലുള്ള അളവുകൾ ഒഴിവായിരിക്കും. അതേപോലെ നമ്മൾ ഇവിടെ നേരത്തെ നോക്കി അളവ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടെടുക്കും. 137 ആണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ 136 ആയിരിക്കും വരും കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നോക്കണം. കറക്റ്റ് 38 ആണെങ്കിൽ 37 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ അളവുകൾ കാര്യം നോക്കുക. പിന്നെ ബാക്കി ഹരിക്കണം 144. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്ക്വയർ ഫീറ്റ് കിട്ടും കേട്ടോ.